കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ റാമിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കണ്ണൂർ തുള്ളിച്ചേരിയിലെ വീട്ടിൽ നടന്ന പരിശോധനയിൽ കണ്ടെത്തിയ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. നാളെ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലും തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നു. മിഥുൻ, ഈയൊരു നിതിൻ രാജിന്റെ മരണത്തിൽ രൂക്ഷ വിമർശനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ടത്. ഇപ്പോൾ ഇതാ ഡോക്ടർ റാമിനെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ്. ഒരു വീട്ടിലെ തെളിവെടുപ്പ് കഴിഞ്ഞു, നാളെ അടുത്ത തെളിവെടുപ്പ് ഉണ്ടാകും എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ മിഥുൻ. അമല, നമുക്കറിയാം നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനങ്ങൾ, അമൽ പറഞ്ഞതുപോലെ തന്നെ രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പഴുതുകളില്ലാത്ത രീതിയിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് അപ്പോൾ രണ്ടാമതായി ചുമതലയേറ്റ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലും ഒക്കെ പൂർത്തിയാക്കി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായ റാമിന്റെ വീട്ടിലെത്തിച്ചാണ് ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പ് നടത്തിയത്. റാമിന്റെ തുളിശ്ശേരിയിലെ വീട്ടിലെത്തിച്ച് നടത്തിയ ആ തെളിവെടുപ്പിൽ ഒരു മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ മൊബൈൽ ഫോണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നാളെ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ റാമിന് സ്വകാര്യ ക്ലിനിക്കുകളുണ്ട്. ആ ക്ലിനിക്കുകളിലൊക്കെ കൊണ്ടുവന്ന് പരിശോധന നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് ചിറക്കുനിയിലുള്ള ഓഫീസിലടക്കം കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൂടാതെ ഈ സംഭവം നടന്ന കോളേജിൽ, അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജിൽ കൊണ്ടുവന്നു ഇതിന്റെ ഈ റാമിന്റെ തെളിവെടുപ്പ് നടത്തുമെന്ന് മനസ്സിലാക്കുന്നു. ഈ സംഭവം നടന്ന സ്ഥലത്തടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി പൂർണ്ണമായും റിപ്പോർട്ട് ശേഖരിക്കാനാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പൊ 5 ദിവസത്തെ കസ്റ്റഡിയാണ് ഈ ക്രൈംബ്രാഞ്ചിന് കോടതി നൽകിയിരിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡി കഴിഞ്ഞ് ആഗസ്റ്റ് 1-ാം തീയതി തന്നെ തിരിച്ച് റാമിനെ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്യുന്നത്. അമൽ, യെസ്, വ്യക്തമാണ്. കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.